സുബ്രഹ്മണ്യ സ്വാമിക്ക് പ്രധാനമായ മേടമാസത്തിലെ ഷഷ്ഠീവ്രതം ഏപ്രിൽ 22-ാം തീയതിയാണ് വരുന്നത്. ഉദ്ദിഷ്ട കാര്യസിദ്ധിക്കും സർപ്പദോഷ ശാന്തിക്കും സന്താനങ്ങളുടെ ശ്രേയസ്സിനും ഉജദോഷ ശാന്തിക്കും ത്വക്ക് ശമനത്തിനും ഉത്തമമാണ് ഷഷ്ഠീവ്രതം. വെളുത്തപക്ഷ ഷഷ്ഠിയിലാണ് വ്രതം അനുഷ്ഠിക്കേണ്ടത്. കറുത്തപക്ഷ ഷഷ്ഠിയിൽ വ്രതം അനുഷ്ഠിക്കാറില്ല. ജ്യോതിശാസ്ത്ര പ്രകാരം ചൊവ്വയുടെ ദേവതയാണ് സുബ്രഹ്മണ്യ സ്വാമി. അന്നേ ദിവസം ക്ഷേത്രദർശനം നടത്തി ഭഗവത് മന്ത്രങ്ങൾ ജപിച്ചാൽ ചൊവ്വാദോഷ ശാന്തി ലഭിക്കും എന്നാണ് വിശ്വാസം. പ്രത്യേകിച്ചും ജാതകത്തിൽ ചൊവ്വയുടെ സ്ഥാനം മേടം, മിഥുനം, ചിങ്ങം, തുലാം, ധനു, കുംഭം എന്നീ രാശികളിൽ നിൽക്കുന്നവരാണെങ്കിൽ ഒരിക്കലൂടെ ഷഷ്ഠി ദിനത്തിൽ മാത്രം വ്രതം അനുഷ്ഠിക്കുന്നവരുണ്ട്. വ്രതദിനത്തിൽ രാവിലെയും വൈകിട്ടും സുബ്രഹ്മണ്യ നാമഭജനം, ഒരിക്കലൂണ് എന്നിവ അഭികാമ്യം. ഷഷ്ഠി ദിവസം സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ ദർശനവും വഴിപാടുകളും മറ്റും നടത്തി ഉച്ച സമയത്തെ ഷഷ്ഠി പൂജയും തൊഴുത് ക്ഷേത്രത്തിൽ നിന്ന് ലഭിക്കുന്ന നേദിച്ച പടച്ചോറും കഴിച്ചു വേണം വ്രതം പൂർത്തിയാക്കുവാൻ. ഷഷ്ഠി ദിനത്തിൽ സന്ധ്യയ്ക്ക് സുബ്രഹ്മണ്യ ഭജനവും ഷഷ്ഠീസ്തുതി ചൊല്ലുന്നതും ഉത്തമമാണ്. പിറ്റേന്ന് തുളസി തീർത്ഥം സേവിച്ച് പാരണ വീടാവുന്നതാണ്. ഈ ദിവസം സുബ്രഹ്മണ്യ ക്ഷേത്ര ദർശനം നടത്തി വഴിപാടുകൾ സമർപ്പിക്കുന്നത് സത്ഫലം നൽകുന്നതാണ്. നാരങ്ങാമാല സമർപ്പണം, ഷഷ്ഠി പൂജ, പനിനീർ, പഞ്ചാമൃതം, അരളിപ്പൂമാല, കുമാരസൂക്തം, പുഷ്പാഞ്ജലി എന്നിവ വഴിപാടായി സമർപ്പിക്കുന്നതും അത്യുത്തമമാണ്. ഷഷ്ഠി ദിനത്തിൽ ഭഗവാന്റെ മൂലമന്ത്രമായ ഓം വജദ്ഭൂയേ നമഃ 108 തവണ ജപിക്കണം. മുരുകനെ പ്രാർത്ഥിക്കുമ്പോൾ ഓം ശരവണഭവ എന്ന മന്ത്രം 21 തവണ ജപിക്കുന്നതും ഉത്തമമാണ്. സന്താനങ്ങളുടെ അഭിവൃദ്ധിക്കായി പ്രഭാതത്തിൽ കുറഞ്ഞത് 9 തവണയെങ്കിലും സുബ്രഹ്മണ്യ ഗായത്രി ജപിക്കാവുന്നതാണ്. 108 തവണ ജപിക്കുന്നത് ശ്രേഷ്ഠമാണ്.